വിവാദങ്ങളിൽ നട്ടം തിരിഞ്ഞ് UDF. ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ മറുപടിയില്ലാതെ കോൺഗ്രസ് നേതൃത്വം. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് സഖ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി കെ സി വേണുഗോപാൽ. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തനിക്ക് താല്പര്യമില്ലെന്നായിരുന്നു കെ സി വേണുഗോപാൽ പറഞ്ഞത്. അപ്പോൾ ജനകീയ പ്രശ്നങ്ങൾ ചർച്ചയാക്കാതിരിക്കാൻ വേണ്ടാത്ത വിവാദങ്ങൾ എടുത്തിട്ട് ചർച്ച ചെയ്യാണ്. അതുപോലെ അത്തരം കാര്യങ്ങൾക്കൊന്നും എനിക്ക് താല്പര്യമില്ല. അല്ല, അത്തരം കാര്യങ്ങളിൽ എനിക്ക് താല്പര്യമുള്ള ചർച്ച ചെയ്യാം. നിലമ്പൂരിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഇലക്ഷൻ നടക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ വോട്ട് നേടും. സ്ഥാനാർത്ഥികൾക്ക് ആരുടെ വോട്ടും വാങ്ങിക്കാം. സ്ഥാനാർത്ഥികൾക്ക് ബാക്കി കാര്യങ്ങൾ പിന്നീട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ PV കുട്ടൻ നിലമ്പൂരിൽ നിന്ന് ചേരുകയാണ്. കുട്ടൻ, കഴിഞ്ഞ ദിവസം VD സതീശൻ കൃത്യമായി കോൺഗ്രസ് നിലപാട് പറഞ്ഞു. വർഗീയ കക്ഷിയുടെ മതരാഷ്ട്രവാദത്തിൻ്റെ വക്താക്കളായ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങും. അവരുമായുള്ള സഖ്യത്തെക്കുറിച്ചും വളരെ കൃത്യമായ നിലപാട് സതീശൻ പറയുകയും ചെയ്തു. ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ്. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ലീഗിൻ്റെ കൊടിയടക്കം കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് കേരളത്തിലെ സമൂഹത്തിന്, രാജ്യത്തെ സമൂഹത്തിന്. മാത്രമല്ല, ദേശീയ നേതൃത്വം രാഹുൽ ഗാന്ധി അടക്കം മുസ്ലിം ബ്രദർഹുഡിനോടെടുത്ത സമീപനം, മുസ്ലിം ബ്രദർഹുഡിനെ വിമർശിച്ച നിലപാട്, ഇതെല്ലാം കേരള ജനതയുടെ മുന്നിലുണ്ട്. ഇവിടെയാണിപ്പോൾ കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ മറുപടി പറയാതെ ജനകീയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം നിലപാടെന്ന് പറഞ്ഞുകൊണ്ടുവരുന്നത്. UDF എടുത്ത അപകടകരമായ കൂട്ടുകെട്ടാണെന്നുള്ള വലിയ ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്ക് വന്നു. രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ രാഷ്ട്രീയ നേതാക്കൾ, മുസ്ലിം സമുദായ സംഘടനാ നേതാക്കൾ തന്നെ ആ കൂട്ടുകെട്ടിനെതിരെ രംഗത്ത് വന്ന സാഹചര്യത്തിൽ വല്ലാതെ കുഴങ്ങുകയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം. അതാണ് വേണുഗോപാലിൻ്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലേക്ക് എടുക്കാൻ കഴിഞ്ഞത്, അല്ലേ കുട്ടൻ? സിജു, കഴിഞ്ഞ കുറേ നാളുകളായി രഹസ്യമായ ബന്ധം ജമാഅത്തെ ഇസ്ലാമിയുമായി രഹസ്യമായ ബന്ധം UDFിനുണ്ടായിരുന്നു. UDFിൻ്റെ നേതാക്കൾ, കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ പല തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിൻ്റെ ഉൾപ്പെടെ വീടുകളിൽ പോയി സന്ദർശനം നടത്തി വോട്ട് അഭ്യർത്ഥിക്കുന്ന വിവരങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നേരത്തെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴാണത് ഈ നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിലാണ് ആ ബന്ധം പരസ്യമായി പുറത്തേക്ക് വരുന്നത്. അതൊരു മുന്നണി അതായത് UDFിൻ്റെ ഘടകകക്ഷിയായി പോലും പരിഗണിക്കുന്ന രീതിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിക്ക് അത്രയും വലിയൊരു സ്വീകാര്യതയും പരിഗണനയും നൽകുന്നതിന് വേണ്ടിയാണ് UDFിൻ്റെ നേതാക്കൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നേരത്തെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കൾ, യൂത്ത് ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള നേതാക്കൾ, PK ഫിറോസും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായ നിലപാട് നേരത്തെ വ്യക്തമാക്കിയത് തീവ്ര വർഗീയ കക്ഷിയാണ്. ഒരു കാരണവശാലും അവരോടുള്ള ഈ മതരാഷ്ട്രവാദം ഉൾപ്പെടെ ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയോട് ഒരു തരത്തിലുള്ള കൂട്ടുകെട്ടും ഉണ്ടാകില്ല. അങ്ങനെ ഒരു സഖ്യം ഉണ്ടാകണമെങ്കിൽ തങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചാൽ പോലും അവരോട് കൂട്ടുകൂടില്ല എന്ന് സുവ്യക്തമായ നിലപാട് പറഞ്ഞ നേതാക്കളായിരുന്നു ഇവരൊക്കെ. ഇന്നലെ നമ്മൾ വാർത്ത കൊടുത്തതുപോലെ 2014 UDF സർക്കാരിൻ്റെ കാലത്ത്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ കാലത്ത്, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അതിരൂക്ഷമായ അതിഗൗരവതരമായ പരാമർശങ്ങൾ ഉൾപ്പെടെ ഉള്ള സത്യവാങ്മൂലം ഹൈക്കോടതി സമർപ്പിച്ച വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു. അത്തരത്തിൽ ശക്തമായ ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധ നിലപാട് ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നു കോൺഗ്രസും ലീഗുമൊക്കെ. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം, നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ ഒരു ഇവിടുത്തെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം നമുക്കറിയാം. കാരണം M സ്വരാജ് സ്ഥാനാർത്ഥിയെ വന്നതോടുകൂടി UDF ക്യാമ്പ് ആദ്യഘട്ടം മുതൽ തന്നെ അങ്കലാപ്പിലാവുന്നു. അവർ ഓരോ പ്രചാരണ വിഷയങ്ങളും പാളുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ കെ സി വേണുഗോപാൽ വന്ന് പെൻഷൻ വാങ്ങുന്നവരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. പിന്നീട് വഴിക്കടവ്, നമുക്കറിയാം, ഒരു ചെറിയ കുട്ടി ദാരുണമായി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി വലിയ സമരകോലാഹലങ്ങൾ നടത്തും. പക്ഷേ അതിലെ പ്രതി, ആ സംഭവത്തിലെ പ്രതി കോൺഗ്രസ്സുകാരാണെന്ന് തിരിച്ചറിയുന്നു. അയാൾക്ക് വേണ്ട ഒത്താശകൾ മുഴുവൻ നൽകിയത് അവിടുത്തെ പ്രാദേശിക നേതാക്കളാണെന്നുള്ള വിവരം പുറത്തു വരുന്നു. അതോടുകൂടി കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കൾ പ്രതിരോധത്തിലാവുന്നു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടൊരു മിണ്ടാട്ടവുമില്ല. അത്തരത്തിൽ പലവിധ വിഷയങ്ങൾ, ഇവിടെ സ്വീകരിച്ച പലവിധ രാഷ്ട്രീയ വിഷയങ്ങളും UDFിന് പാളുകയാണ്. അപ്പോൾ ആ ഘട്ടത്തിലാണ്, അതായത് M സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം അങ്കലാപ്പുണ്ടാക്കുന്നു, UDF ഉന്നയിക്കുന്ന വിഷയങ്ങൾ പാളിപ്പോകുന്നു. പെൻഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ യുവനേതാക്കൾ സോഷ്യൽ മീഡിയയിൽ ചെയ്ത വീഡിയോ ഒക്കെ വലിയ ട്രോളിനിടെ വലിയ വിമർശനത്തിന് വിധേയമാവുകയും ഈ അസത്യം പ്രചരിപ്പിക്കുന്ന രീതിയിലേക്കുള്ള വീഡിയോ വരുന്നു. അതൊക്കെ വലിയ ചർച്ച. അവർ ചെയ്യുന്ന ഓരോ വിഷയങ്ങളും, പ്രചാരണ വിഷയങ്ങളും അവർക്ക് തന്നെ തിരിച്ചടിയാവുന്ന ഒരു ഘട്ടം. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഏത് വിധേനയും ഇവിടെ വോട്ട് വാങ്ങണമെന്നുള്ളൊരു നിലപാടിലേക്ക് എത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുമായി കൈകോർക്കുന്നത്. ആ കൈകോർക്കൽ നിസ്സാരമായ ഒരു കൂട്ടുകെട്ടല്ല. അതിനകത്ത് വളരെ കൃത്യമായി മുന്നോട്ടുള്ള പോക്കിൽ ഭാവിയിൽ
എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം എന്നുള്ളത് വളരെ കൃത്യമായി ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് മലപ്പുറത്തോ കോഴിക്കോട്ടോ ഒരു സീറ്റ് പോലും കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ സീറ്റിനകത്ത് പൊതു സ്വതന്ത്രൻ എന്ന നിലയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധി മത്സരിക്കാനാണ് തീരുമാനം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്ത് മലബാറിലെ ജില്ലകളിൽ സീറ്റ് കൊടുക്കാൻ ധാരണയായിട്ടുണ്ട്. മുന്നണി യോഗത്തിലേക്ക് അസോസിയേറ്റഡ് മെമ്പറായി വിളിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമായിട്ടുണ്ട്. അത്തരത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു ബന്ധം ഈ പറയുന്ന വർഗീയ കക്ഷികളുമായി തുടരുന്നതിന് വേണ്ടി, ആ ബന്ധം ദൃഢമാക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം തന്നെ അതിൽ വി.ഡി. സതീശനൊപ്പം പ്രതിപക്ഷ ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 3-4 യോഗങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളും UDF നേതാക്കളും തമ്മിൽ ചേർന്ന് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, പ്രതിപക്ഷ നേതാവ് ഈ ബന്ധത്തെ ന്യായീകരിക്കുന്നു, രമേശ് ചെന്നിത്തല ന്യായീകരിക്കുന്നു. പഴയ നിലപാടല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടൊക്കെ മാറി എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു, വി.ഡി. സതീശൻ പറയുന്നു. പക്ഷേ കെ.സി. വേണുഗോപാൽ അതിന് മറുപടി പറയുന്നില്ല. ഇന്നലെ CPIM-ന്റെ LDF നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞത് ഈ വർഗീയ കക്ഷിയുമായുള്ള ബന്ധം സംബന്ധിച്ച് ഹൈക്കമാൻഡ് നിലപാട് വ്യക്തമാക്കണമെന്നാണ്. പക്ഷേ കെ.സി. വേണുഗോപാലിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടു. ഇതിലൊന്നും തനിക്ക് പ്രതികരിക്കാനില്ല, ജനകീയ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണത്. അത് നമുക്ക് തന്നെ ആ പ്രസ്താവനയിൽ നിന്ന് കൃത്യമായിട്ട് അറിയാം. കെ.സി. വേണുഗോപാൽ ഇതിനകത്ത് സംസാരിച്ചു പോകേണ്ട വിഷയം, ഇതിനകത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇനി പറയേണ്ടത്, ഇപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം ചോദിച്ച കാര്യമാണ്, കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാടെന്ത് ഈ വിഷയത്തിൽ. പ്രിയങ്ക ഗാന്ധി മറുപടി പറയേണ്ടതുണ്ട്, രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടതുണ്ട്. 2 തവണ കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരം നിന്നപ്പോൾ 2 തവണ നിരോധിച്ച സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അതോടൊപ്പം തന്നെ 2014 ഉമ്മൻചാണ്ടി സർക്കാർ സത്യവാങ്മൂലം നൽകിയതാണ്. ജനാധിപത്യ സംവിധാനങ്ങളോട് താല്പര്യമില്ലാത്ത, ഇന്ത്യൻ ഭരണഘടനയോട് താല്പര്യമില്ലാത്ത ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയാണ്. അവരുടെ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിൻ്റെ 14 പുസ്തകങ്ങൾ നിരോധിച്ചതാണ്. അങ്ങനെ തീവ്ര വർഗീയ സ്വഭാവമുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുമ്പോൾ കോൺഗ്രസ് നൽകുന്ന സന്ദേശം എന്താണ്? അവർ പറയുന്നത് എന്താണ്? ദേശീയ തലത്തിൽ RSSനെ നേരിടാൻ വേണ്ടി കെൽപ്പുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അവിടെ എടുക്കുന്ന വർഗീയ നിലപാട്, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള വർഗീയ സംഘടനകൾ എടുക്കുന്ന നിലപാടിൽ എന്ത് വിശദീകരണം ദേശീയ നേതൃത്വം നൽകും എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. അതുതന്നെയാണ് നേരത്തെ ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചത്. പ്രിയങ്ക ഗാന്ധിക്ക് മറുപടിയുണ്ടോ? കെ.സി. വേണുഗോപാലിന് മറുപടിയുണ്ടോ? രാഹുൽ ഗാന്ധിക്ക് മറുപടിയുണ്ടോ? സിജു, RSSൻ്റെ, അതായത് RSS രാജ്യത്ത് ഉയർത്തുന്ന ഒരു വലിയ വർഗീയ ഭീഷണിയുണ്ട്. അതിൻ്റെ ഇസ്ലാം പതിപ്പ് തന്നെ എന്ന് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ വിശേഷിപ്പിക്കാറ്. അവരുടെ ആശയം എന്ന് പറയുന്നത് തീവ്ര വർഗീയവാദമാണ്, അതോടൊപ്പം തന്നെ മതരാഷ്ട്രവാദമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരത്തിൽ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന വിവിധ സംഘടനകളുമായി കൈകോർത്തുകൊണ്ട് കേരളത്തിലെ അമീർ ഉൾപ്പെടെ നേരത്തെ അത്തരത്തിലുള്ള സംഘടനയുടെ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ മറ്റു രാജ്യങ്ങളിൽ പോയി കാണുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ മുസ്ലിം ബ്രദർഹുഡ് ഉൾപ്പെടെയുള്ള തീവ്ര സംഘടനകളെയാണ് ഇവർ മാതൃകയാക്കുന്നത്. കേരളത്തിൽ നടന്ന പല സമരങ്ങൾക്കകത്തും ഈ മുസ്ലിം ബ്രദർഹുഡിൻ്റെ നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ അനുബന്ധ സംഘടനകളും വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരം നടത്തി. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി നേരത്തെ കണ്ടതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ മുസ്ലിം ബ്രദർഹുഡുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനയും വളരെ ശ്രദ്ധേയമാണ്. RSSനെ പോലെ തന്നെ അപകടകാരികളാണ് മുസ്ലിം ബ്രദർഹുഡ്, സമൂഹത്തിൽ അശാന്തി വിതക്കുന്നവരാണ് തരത്തിലുള്ള വളരെ ശക്തമായ രൂക്ഷമായ വിമർശനങ്ങൾ നേരത്തെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊക്കെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മറന്നു എന്നുള്ളതാണ്. നിലമ്പൂർ ബൈ ഇലക്ഷൻ വരുമ്പോൾ എങ്ങനെയും വോട്ട് നേടണമെന്നുള്ളൊരു തീരുമാനമെടുത്ത് ഇത്തരത്തിൽ തീവ്ര വർഗീയ കക്ഷിയെ കൂടെ കൂട്ടുന്നു. സ്വാഭാവികമായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതൃത്വം, ദേശീയ നേതൃത്വം, കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം പ്രതികരിക്കേണ്ടതാണ്. പക്ഷേ സാധാരണ കേരളത്തിലെ ഈ ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന ഒരു ദേശീയ നേതാവ് എന്ന് പറയുന്നത് കെ.സി. വേണുഗോപാലാണ്. അദ്ദേഹം കൃത്യമായ സൂചന നൽകി കഴിഞ്ഞു. കാരണം താൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനില്ല. കാരണം ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വ്യക്തമാക്കുന്നതന്നെ അതാണ്. ഈ വിവാദ വിഷയത്തിൽ താൻ പ്രതികരിക്കാനില്ല എന്നുള്ളതാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ നേതാക്കൾ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. വി.ഡി. സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും പി.കെ. കുഞ്ഞാലിക്കുട്ടി ആയാലും ഒക്കെ നേരത്തെ പറഞ്ഞ വാക്കുകളൊക്കെ വിഴുങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ ഈ പുതിയ കൂട്ടുകെട്ടിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായ ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷേ എന്തായാലും പ്രിയങ്ക ഗാന്ധി അടുത്ത ദിവസങ്ങളിൽ മണ്ഡലത്തിൽ ഉണ്ട്. അവർ മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ ചോദ്യം ഉൾപ്പെടെ ഉയർന്നു വരും. സിജു, കുട്ടൻ, ഒരുപക്ഷെ കെ.സി. വേണുഗോപാലിൻ്റെ കാര്യം എടുത്തു പറയുമ്പോൾ നമുക്കറിയാം, രാജസ്ഥാനിൽ നിന്ന്
കെ.സി. വേണുഗോപാൽ രാജിവെച്ച് BJP-ക്ക് ഒരു സീറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ടാണ് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്ന് മത്സരിക്കുകയും ചെയ്തത്. അവിടെ വളരെ കൃത്യമാണ്, കോൺഗ്രസ്സിന് 4 വോട്ടിന് വേണ്ടി വർഗീയവാദികളുടെ വോട്ട് നേടാം, കേരളത്തിൽ വന്ന് മത്സരിക്കാം. അവിടെ BJP-യോട് എടുത്ത നിലപാട് ഏറ്റവും ഒടുവിൽ നമുക്ക് നിലമ്പൂരിലെടുത്താൽ നിലപാട് കാര്യം എന്താണ്? UDF-ൽ അവസാന നിമിഷം വരെ UDF-ൽ നിന്നിരുന്ന ആളെയാണ് അവസാനം BJP കാൻഡിഡേറ്റായിട്ട് അവിടെ നിശ്ചയിക്കുകയും ചെയ്യുന്നത്. ഇതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. വളരെ കൃത്യമാണ്. ദേശീയ തലത്തിൽ അപകടകരമായ നിലപാടെടുത്ത കെ.സി. വേണുഗോപാൽ ദേശീയ നേതൃത്വത്തിന് അറിയാം അവിടെ ഒരു സീറ്റ് കോൺഗ്രസിന് നഷ്ടപ്പെടുന്നു, BJP അവിടെ മേൽക്കൈ നേടുന്നു. അതേ നിലപാട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലടക്കം ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്ന് കണ്ട് ലീഗിൻ്റെ കൊടിയുപേക്ഷിച്ച പ്രസ്ഥാനം, ആ ദേശീയ നേതൃത്വം ആ നിലപാടെടുത്തവരാണ് ഇവിടെ നിലമ്പൂരിൽ വന്ന് തീവ്രവർഗീയത പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് തേടുമെന്ന് പറയുന്നത്. എന്താണ് തെറ്റ് എന്നാണ് പറയുന്നത്? VD സതീശൻ ചോദിക്കുന്നത് അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചല്ലോ എന്നാണ്. എങ്ങനെ നിലമ്പൂരിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തും? ഏറ്റവും ഒടുവിൽ പറയുകയാണെങ്കിൽ സമസ്തയടക്കം, കാന്തപുര വിഭാഗം അടക്കം, SSF അടക്കം കൃത്യമായ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നിട്ടും മനസ്സിലാകാത്തതല്ല കോൺഗ്രസിന് വോട്ട്. 4 വോട്ടാണ് അവരുടെ പ്രശ്നം. സിജു ഇത് പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ രാഹുൽ ഗാന്ധി, നമുക്കറിയാം ഈ കേരളത്തിലാണ് വന്ന് മത്സരിച്ചത്. യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യയിൽ അവിടെ ഈ സംഘപരിവാറിൻ്റെ കേന്ദ്രങ്ങളിൽ അവർക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മത്സരിക്കേണ്ട രാഹുൽ ഗാന്ധി വന്നത് മതനിരപേക്ഷതയ്ക്ക് പേരുകേട്ട കേരളത്തിൽ ഇവിടുത്തെ LDF-നെതിരെ മത്സരിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് RSS-നെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന LDF-നെതിരെ മത്സരിക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തിയത്. അതൊക്കെ നമ്മുടെ മുന്നിൽ വലിയ രാഷ്ട്രീയ ചിത്രങ്ങളായി നമ്മുടെ മുന്നിൽ ഉള്ളതാണ്. അതേ സമയത്ത് തന്നെയാണ് വയനാട്ടിൽ ലീഗിൻ്റെ കൊടി പോലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മുസ്ലിം ലീഗ് പ്രവർത്തകർ വളരെ അപഹാസ്യരായി പോകുന്നൊരു ചിത്രം. അതിനൊക്കെ ഒരു ദേശീയ മാനങ്ങളുണ്ട്. കാരണം ഇവിടെ ഈ കൊടി ഉപയോഗിക്കുമ്പോൾ അത് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിനെതിരെ മറ്റു രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു. പക്ഷേ അതിനെപ്പോലും രാഷ്ട്രീയപരമായി നേരിടാനൊരു കരുത്ത്, ഒരു പ്രത്യയശാസ്ത്ര അടിത്തറ പോലും കോൺഗ്രസിന് ഇല്ല എന്ന ആ ഘട്ടത്തിൽ തന്നെ അതൊക്കെ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ സ്വാഭാവികമായും ഈ ഒരു വിഷയം വരുമ്പോൾ അത് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് കോൺഗ്രസിൻ്റെ ഒരു നിലപാടെന്നുള്ളത്. ഇപ്പോൾ ഒരു കൃത്യമായൊരു രാഷ്ട്രീയ അടിത്തറ അല്ലെങ്കിൽ ഒരു